നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തമിഴ് സൂപ്പർ താരം സൂര്യയുടെ ജീവിതത്തിലെ അധികം ആർക്കും അറിയാത്ത ഒരു അധ്യായമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സഹോദരൻ കാർത്തി അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നെന്നും അന്ന് വിസ നടപടികൾ പൂർത്തിയാക്കുവാൻ ആവശ്യമായ ബാങ്ക് ബാലൻസ് കാണിക്കുവാൻ സഹായഹസ്തം നീട്ടിയത് നടിയും നിർമ്മാതാവുമായ രാധിക ശരത് കുമാർ ആയിരുന്നുവെന്നും സൂര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ് ചിത്രത്തിന്റെ കോയമ്പത്തൂരിൽ നടന്ന ഓഡിയോ ലോഞ്ചിലായിരുന്നു സൂര്യയുടെ ഈ വിശദമായ വിശദീകരണം. കാർത്തിക് അമേരിക്കയിലെ കോളേജിൽ പ്രവേശനം ലഭിച്ചിരുന്നു. എന്നാൽ വിസ നടപടികൾക്കായി ബാങ്ക് അക്കൗണ്ടിൽ നിശ്ചിത തുക കാണിക്കേണ്ടത് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ പൈസകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ കുടുംബത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അച്ഛനൊപ്പം പ്രവർത്തിച്ചിരുന്ന രാധിക മാഡമാണ് ആ തുക ഞങ്ങൾക്ക് നൽകിയത്. കാർത്തിക് അഡ്മിഷൻ അനുഭവിക്കുന്ന സമയത്ത് അത് ബാങ്കിൽ സൂക്ഷിച്ചുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും സൂര്യ പറയുന്നുണ്ട്. രാധിക നൽകിയ പിന്തുണ അതിൽ അവസാനിച്ചില്ലെന്നും സൂര്യ ഓർത്തെടുക്കുന്നുണ്ട്. എന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചില സിനിമകളിൽ രാധിക മേഡം ഒരു പ്രതിഫലവും വാങ്ങാതെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ബാധ്യതയും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഞങ്ങളെ വിശ്വസിച്ച് പിന്തുണച്ചും അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. സൂര്യയുടെയും കാർത്തിയുടെയും പിതാവായ ശിവകുമാറും രാധിക ശരത്കുമാറും വർഷങ്ങളായുള്ള കുടുംബ സൗഹൃദവും പങ്കുവയ്ക്കുന്നുണ്ട്. 1990കളിൽ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നീട് കാർത്തിയും രാധികയും സഗുനിയിൽ ഒന്നിച്ച് എത്തുകയും ചെയ്തിരുന്നു. അതേസമയം പുതിയ തലമുറയിലെ ആൺകുട്ടികൾക്ക് പ്രണയത്തെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും വലിയ വിശേഷിക്കപ്പെട്ട അറിവാണ് സൂര്യ പങ്കുവച്ചിരിക്കുന്നത്. പ്രണയകാലത്തിനു ശേഷം മുൻപോ താലികെട്ടിയത് വരെയോ മാത്രം ഉള്ള ഒന്നല്ലെന്നും അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ഒന്നാണെന്നും സൂര്യ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രണയത്തെക്കാൾ ഉപരി സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ബഹുമാനത്തെക്കുറിച്ചും താരം ഊന്നി പറയുന്നുണ്ടായിരുന്നു. ഒരു പുരുഷൻ സഞ്ചരിക്കുന്ന വഴികളേക്കാൾ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഒരു സ്ത്രീയുടെ ജീവിതയാത്രയെന്ന് സൂര്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ വീട്ടുവീഴ്ചകൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവരുടെ വിജയങ്ങൾ 100 മടങ്ങ് ബഹുമാനവും നൽകണമെന്നും അവരുടെ വിജയങ്ങൾക്കായി ഒപ്പം നിൽക്കണമെന്നും സൂര്യ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെങ്കി അല്ലൂരി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് തമിഴ് ദ്വിഭാഷാ ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസ് മമിത ബൈജു ആണ് സൂര്യയുടെ നായികയായി എത്തുന്നത്. ഏറെ ജനപ്രീതിയുള്ള താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. ഡിവോഴ്സ് കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കോളിവുഡിൽ നിന്നുമുള്ള മാതൃകാപരമായ ദമ്പതികളാണ് ഇവർ. ഇന്ന് മുംബൈയിലാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത്. 2 മക്കളാണ് സൂര്യക്കും ജ്യോതികക്കും ഉള്ളത്. ഇവരെ താരങ്ങളുടെ മക്കൾ എന്ന പ്രിവിലേജിൽ അല്ല വളർത്തുന്നത്. ഇതേക്കുറിച്ച് ജ്യോതികയുടെ സൂര്യയും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. വീട്ടിൽ ഞങ്ങൾ സിനിമകൾ ചർച്ച ചെയ്യാറില്ല. മക്കൾ അത് പ്രോത്സാഹിപ്പിക്കാറുമില്ല. അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. അവർ ഫോട്ടോകൾ എടുക്കുന്നതിലും താല്പര്യമില്ലാത്തവരാണ്. അവർ സോർട്ട് ആയ മക്കളാണ്. ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് അതിൽ അഭിമാനത്തോടെ പറയാനാകും. ചെന്നൈയിൽ പരമ്പരാഗത ജീവിത പശ്ചാത്തലമാണ് അവർക്ക് ലഭിക്കുന്നത്. സൂര്യയുടെ കുടുംബം വളരെ ട്രഡീഷണൽ ആയിട്ടാണ് അവരെ വളർത്തിയിട്ടുള്ളത്. വളരെ നല്ല കുടുംബമാണ് അവരുടേത്. വിനയമുള്ളവർ, ചാരിറ്റബിൾ അസോസിയേഷനിൽ നടത്തുന്നവർ. മക്കൾ അതൊക്കെ കണ്ടാണ് വളരുന്നത്. ചെന്നൈയുടെ സിംപ്ലിസിറ്റിയിലാണ് അവർ വളർന്നിട്ടുള്ളത്. മുംബൈയിലേക്ക് ഞങ്ങൾ വന്നത് വളരെ ശക്തവും ലളിതവും വിനയവുമുള്ള അടിത്തറയിലാണ്. അവർക്ക് മുംബൈ വളരെ ഇഷ്ടവുമായിരുന്നു. അവിടെ ഗ്ലോബൽ അന്തരീക്ഷം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ അവരുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തെന്നും ജ്യോതിക പറയുന്നുണ്ട്. മുംബൈയിൽ തങ്ങൾ VIP പരിഗണന ആശ്രയിച്ചിട്ടില്ലെന്നും സൂര്യയും ജ്യോതികയും വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലായില്ല, പക്ഷെ അമ്മയെ തിരിച്ചറിഞ്ഞുവെന്ന് മക്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നും സൂര്യ ഓർത്തെടുക്കുന്നുണ്ട്. അതേക്കുറിച്ച് ജ്യോതികയും സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ മറിച്ചാണ് സംഭവിക്കാറുള്ളത്. ഒരിക്കൽ ജ്യോതികയെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഞങ്ങൾ ആഘോഷിച്ചെന്നും ജ്യോതിക ചിരിയോടെ പറയുന്നുണ്ടായിരുന്നു. തമിഴിൽ മാത്രമല്ല മലയാളികൾക്ക് അടക്കം ഏറെ ആരാധകരുള്ള പ്രിയപ്പെട്ട താര ജോഡികളാണ് സൂര്യയും ജ്യോതികയും. 1999 പുറത്തിറങ്ങിയ പൂവെല്ലാം കേട്ടുപാർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. തുടർന്ന് കാക്കേ കാക്കേ, പേരേഗൺ, മായാവി, സില്ലിന് ഒരു കാതൽ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ഒടുവിൽ 2006 ഇരുവരുടെയും വിവാഹം. ദക്ഷിണേന്ത്യൻ സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് ഇരുവരുടെയും ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത്. ഭർത്താവ് സൂര്യയെക്കുറിച്ചും ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളെക്കുറിച്ചും ജ്യോതിക പറഞ്ഞ വാക്കുകളാണ് ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ഒരു വ്യക്തി ഭർത്താവ്, അച്ഛൻ, അഭിനേതാവ് എന്ന രീതിയിൽ അടയാളപ്പെടുത്തുന്നതിനേക്കാൾ ഒരാൾ തന്നെ സൂര്യയാണെന്നും അവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ എപ്പോഴും തുല്യത എന്നൊരു ഗുണമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് ഒരിക്കലും ശരിയായ രീതിയിൽ പുറത്തു കാണിക്കാൻ കഴിയില്ല.
ഞാൻ ഇവിടെ ഫെമിനിസം സംസാരിക്കുകയല്ല. വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ്. പുരുഷന്റെ ഉള്ളിൽ ആ ചിന്ത വളരെ ആത്മാർത്ഥമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മാറ്റമുണ്ടാവുകയുള്ളൂ. സൂര്യയിൽ അതുണ്ട്. വിവാഹശേഷമുള്ള നീണ്ട വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സിനിമകളൊന്നും തന്നെ തേടി എത്തിയിട്ടില്ലെന്നും താരം പറയുന്നുണ്ട്. ജ്യോതിക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: യഥാർത്ഥ ജീവിതത്തിൽ താരജോഡികൾ എന്ന നിലയിൽ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഓൺ സ്ക്രീൻ കപ്പിൾസായി ആരും ഞങ്ങളെ കരുതിയിട്ടില്ലെന്നും ജ്യോതിക കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകൾ ആയാലും പ്രൊജക്ടുകൾ ആയാലും രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് ഒന്നും നടത്തിയിട്ടില്ല. എല്ലാം സ്വാഭാവികമായി സംഭവിച്ചതായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ള ഈ നീണ്ട 26 വർഷത്തിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കേണ്ട പ്രൊജക്ടുകൾ ഒന്നും തന്നെ ഞങ്ങളെ തേടി എത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഒരു സിനിമയെ നല്ലതെന്നോ ചീത്തതെന്നോ പറഞ്ഞ് മാറ്റി നിർത്താനോ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കുവാനോ തർക്കത്തിൽ സിനിമകളൊന്നും തന്നെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വന്നു എന്നല്ലാതെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹശേഷം ഞങ്ങളെ സ്ക്രീൻ കപ്പിൾസായി ആരും കരുതുന്നില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ താരജോഡി എന്ന നിലയിൽ ആളുകൾ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാൽ ഓൺ സ്ക്രീനിൽ കല്യാണശേഷം ഒരു കൂട്ട് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും ജ്യോതിക പറയുകയുണ്ടായി.